യെസ്, നമ്മുടെ ബോഡിക്ക് വെയിറ്റ് ലോസ് ആണോ ഫാറ്റ് ലോസ് ആണോ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ ജിമ്മിൽ വരുന്ന ക്ലയൻസ്, എസ്പെഷ്യലി ലേഡീസ്, അതായത് അവർക്ക് വെയിറ്റ് ലോസ് ചെയ്യണില്ല എന്ന് പറഞ്ഞുള്ള കംപ്ലൈൻറ്റ് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ലേഡീസിന് നമുക്ക് ഈ വെയിറ്റ് നോക്കുമ്പോൾ ഒരു കണ്ണിന് കുളിർമയാണ്. ഇപ്പോൾ വെയിറ്റ് കുറഞ്ഞു പോകുന്നുണ്ടല്ലോ എന്നുള്ളൊരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ വെയിറ്റ് ലോസ് മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത്. ഈ വെയിറ്റ് ലോസിൻ്റെ ദോഷവശങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ, ടിഷ്യൂസ്, വാട്ടർ ഇതൊക്കെ റെഡ്യൂസായി പോകുമ്പോഴാണ് നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുക. അത് ബോഡിക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു കണ്ടന്റ് അല്ല അത്. അങ്ങനെ ലൂസ് ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ സംഭവം നടക്കും ചെയ്യും. പക്ഷേ നമ്മുടെ മസിൽസ് ലൂസായിക്കൊണ്ടിരിക്കുക, നമുക്ക് ടയേർഡാവാം, ഡീഹൈഡ്രേറ്റഡ് ആവാം, നമ്മൾ കുഴഞ്ഞു വീഴാം. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ വെയിറ്റ് ലോസിൽ സംഭവം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഫാറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടി, മസിൽസിനാണെങ്കിലും മസിൽസിനുള്ളിൽ വാട്ടർ കണ്ടൻ്റ് ആണെങ്കിലും നിലനിർത്തി നല്ല രീതിയിൽ ടോൺ ചെയ്തെടുത്ത് ബോഡി സ്ട്രെങ്തൻ ചെയ്ത് അങ്ങനെ കൊണ്ടുവരുന്നതാണ് നമുക്ക് ഫാറ്റ് ലോസ്. അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് അല്ല നോക്കേണ്ടത്, ഫാറ്റ് ലോസ് ആണ് നോക്കേണ്ടത്. നമ്മുടെ ഹിപ്പിൻ്റെ അളവാണെങ്കിലും തൈസിൻ്റെ അളവാണെങ്കിലും കൈകൾ, നെക്കിൻ്റെ അളവ് ഇതൊക്കെ ഫോക്കസ് ചെയ്തിട്ട് വേണം വർക്കൗട്ട് ചെയ്യാനും. അതേപോലെ തന്നെ ഫാറ്റ് ലോസിൻ്റെയും വെയിറ്റ് ലോസിൻ്റെയും ഡിഫറൻസ് മനസ്സിലാക്കാനും